ഓഫ് വൈറ്റ് ഷെയ്ഡിൽ മാത്രം എത്ര എൻഡ്ലെസ് പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അതായത് ഹ്യൂജ് സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ്. സ്റ്റൈലിഷ് ഡിസൈൻസിൻ്റെ ആയാലും ഒത്തിരി ഡിമാൻഡ് വരുന്ന, ഒത്തിരി കസ്റ്റമേഴ്സ് എൻക്വയറീസ് ഒക്കെ വരുന്ന കളക്ഷൻസ് ആണ് നമ്മളുടെ ഓഫ് വൈറ്റ് കളക്ഷൻ. കാരണം അതിൽ നമ്മൾ കൊണ്ടുവരുന്ന വെറൈറ്റീസ്, ഹാൻഡ് വർക്കിൻ്റെ കോമ്പിനേഷൻസ്, അതുപോലെ ത്രെഡിൻ്റെ ആയാലും ഈച്ച് ആൻഡ് എവറി ഫാബ്രിക് നമ്മൾ കൊണ്ടുവരുന്നത് ഒക്കെ ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് പാറ്റേൺസിലാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് കളക്ഷൻസ് നമ്മുടെ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെറ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫാബ്രിക്, ഒരു ഡി ഫാബ് ആണ്. ഡി ഫാബിൽ തന്നെ ത്രെഡിൻ്റെ സീക്വൻസിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫാബ് തന്നെ വെരി ക്ലാസി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഡീറ്റെയിലിംഗ്, ഒരു ലേസ് ഡീറ്റെയിലിംഗ് മാത്രമാണ് ആ ഒരു യോക്ക് പോർഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദുപ്പട്ടയിലായാലും നമ്മൾ ആ സെയിം ലേസിൻ്റെ ആ ഒരു എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് ഈ ഒരു കുർത്തിയുടെ എൻഡ് പോർഷനിലും നമ്മൾ അതുപോലെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിനിമൽ ആണ്, ബട്ട് ക്ലാസി ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്രൊക്കേഡിൻ്റെ ആണ് ഒരു യോക്ക് പോർഷൻ നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ മിനിമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കളർ എലമെൻറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്, റെഡിൻ്റെ ഒരു കളർ ടോൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിയുടെ എൻഡ് പോർഷനിൽ അഗെയിൻ ആ ഒരു ബ്രൊക്കേഡ് പോർഷനും അതുപോലെ തന്നെ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആഡ് ചെയ്ത് സ്ലീവിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ഒരു പോർഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. വെരി പ്രിറ്റിയാണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ഹാൻഡ് വർക്കോ അല്ലെങ്കിൽ വേറൊരു കളർ ടോൺ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു ഹക്കോബ് ഫാബ്രിക്കിൽ തന്നെ നമ്മളൊരു പാനൽ കട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമാണ് ആ ഒരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ നമ്മൾ ദുപ്പട്ടയിലായാലും ഒരു ലേസ് ഡീറ്റെയിലിംഗും ആഡ് ചെയ്ത് എൻഡ് പോർഷനിലും നമ്മളൊരു ലേസിൻ്റെ ഒരു എലമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് യോക്ക് പോർഷൻ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കട്ട് കൊടുത്തിട്ട് അവിടെയാണ് നമ്മളൊരു ടിഷ്യൂ ഫാബ്രിക്കും അതുപോലെ ജെറി വർക്കിൻ്റെ ഒരു സീക്വൻസിൻ്റെ ഒരു കോമ്പിനേഷൻ. ആൻഡ് ഈ ഒരു ഫാബ് എന്ന് പറയുന്നത് പാനൽ കട്ടാണ് നമ്മൾ താഴേക്ക് ചെയ്തിരിക്കുന്നത്. പാനൽ കട്ടിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ചെറിയ ബുട്ടാസൊക്കെ വരുന്ന ഒരു പാനൽ കട്ട്, അതിനോട് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ടയും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്, ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമ്മൾ യോക്ക് പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യു കട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത്, ഒരു ട്രാൻസ്പെറൻറ്റ് പോർഷനിലാണ് നമ്മൾ ആ ഒരു ഹാൻഡ് വർക്ക് ആഡ് ചെയ്ത്. ആൻഡ് എൻ്റെ വരുമ്പോൾ ഒരു ഇച്ചിരി പ്ലെയിൻ ആയിട്ട് കൊടുത്ത് കമ്മിങ് ടു ദ സ്ലീവ്സിലായാലും ട്രാൻസ്പെറൻറ്റ് പോർഷനും അതുപോലെ തന്നെ സ്കാലപ്പ് ഒക്കെ ആഡ് ചെയ്ത് അവിടെയെല്ലാം നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് ദുപ്പട്ട നമ്മൾ കുറച്ച് പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് വിത്ത് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ഡി ഫാബ്, ഒരു ബ്ലാക്ക് ത്രെഡിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഡി ഫാബാണ്. അതിൽ തന്നെ സീക്വൻസ് ഒക്കെ വരുന്ന ഒരു ഡി ഫാബും. ആൻഡ് ബോത്ത് സൈഡ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫാബ്രിക് യൂസ് ചെയ്ത് അതിൻ്റെ ജോയിൻസിലാണ് നമ്മൾ ആ ഒരു ബീഡിങ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സ്ലീവിലായാലും ഈ ഒരു ഡി ഫാബിൻ്റെ ആ ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് ഇൻ ടോട്ടൽ അതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി വരുമ്പോൾ ആ ഒരു എലഗൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ദുപ്പട്ടയിലായാലും ഒരു ത്രെഡിൻ്റെ കോമ്പിനേഷൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എൻഡ്ലെസ് പോസിബിലിറ്റീസ് നമ്മൾ സെയിം കളർ ടോണിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ദ മാജിക് ഓഫ് എന്ന് പറയാം എക്സ്പീരിയൻസ് ആൻഡ് ടാലൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇവൻസിനായാലും, ബാപ്റ്റിസ് ആയിക്കോട്ടെ, ഹോളി കമ്മ്യൂണിയൻ ഓർ എനി ഗ്യാതറിങ്സിന് നല്ല ക്ലാസി ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒന്നും കൂടിയാണ്. അപ്പോൾ ലേറ്റ് ആക്കണ്ട, കണക്ട് 8593 822 822 ആൻഡ് നമ്മുടെ അതർ നമ്പർ എന്ന് പറയുന്നത് 9946519063. താങ്ക് യു.